ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അട്ടിമറിയോ? ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും 5 കുട്ടികളടക്കം 18 പേർ മരിച്ചു. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. കുംഭമേളയ്ക്കെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. ട്രെയിൻ പ്ലാറ്റ്ഫോം മാറിയതറിഞ്ഞ് യാത്രക്കാർ തിരക്ക് കൂട്ടിയതാണ് അപകട കാരണം. ഉന്നതതല അന്വേഷണത്തിന് റെയിൽവേ ഉത്തരവിട്ടു. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചു. കുംഭമേള സ്ഥലത്തെ നേരിട്ടുള്ള കാഴ്ചകൾ 3 ദിവസം കണ്ടതുകൊണ്ട് തന്നെ പറയാം. ഡൽഹി റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അനിയന്ത്രിതമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നേരിട്ടുള്ള അനുഭവമാണ്, കണ്ട അനുഭവമാണ് പറയുന്നത്. ഒരു കുടുംബം മൊത്തമായിട്ടാണ് ദിവസങ്ങളോളം സ്നാനഘട്ടത്തിൽ തങ്ങാനായി എത്തുന്നത്. എല്ലാവർക്കും ട്രെയിനിൽ ആദ്യം തന്നെ കയറണം എന്നുള്ള ധൃതിയും അപകടത്തിന് ആക്കം കൂട്ടും. 18 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 50ഓളം പേർക്ക് പരിക്കുണ്ട്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. ഏതായാലും അന്വേഷണം റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രിയാണ് ഈ വലിയ അപകടം ഉണ്ടായത്. ഒരേ ദിശയിലേക്ക് പോകുന്ന 3 ട്രെയിനുകൾ വരാനിരിക്കെ ഇതിൽ 2 ട്രെയിനുകൾ വൈകി. അപ്പോൾ മറ്റൊരു ട്രെയിനിൽ കയറാനായി ആളുകൾ ഓരോ മിനിറ്റിലും കൂട്ടത്തോടെ എത്തി. ഇതാണ് വലിയ അപകടത്തിലേക്ക് നയിച്ചത്. ഇന്നലെ 10:10 പ്രയാഗ്രാജ് എക്സ്പ്രസ് ഡൽഹിയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്നത്. 16 പ്ലാറ്റ്ഫോമുകളാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളത്. ഇതിൽ 16ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് അപകടം നടക്കുന്നത്. ഈ സമയത്ത് തന്നെ മറ്റ് 2 ട്രെയിനുകൾ, ഒന്ന് ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസ്, അത് പ്രയാഗ്രാജിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റൊന്ന് ദർഭാംഗയിലേക്ക് പോകുന്ന സ്വതന്ത്ര ജയന്തി എക്സ്പ്രസ് ആണ്. ഇത് പ്രയാഗ്രാജ് വഴിയാണ് പോകുന്നത്. ഈ 2 ട്രെയിനുകൾ വൈകിയതോടുകൂടി ജനക്കൂട്ടം പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്നു. 1500 പേർ മണിക്കൂറിൽ ടിക്കറ്റ് എടുത്തു എന്നാണ് റെയിൽവേയുടെ കണക്ക്. ജനക്കൂട്ടം എത്തി തിക്കിത്തിരക്കി നിൽക്കുന്നതിനിടയിൽ ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോം മാറി വരുന്നു എന്ന് സന്ദേശം ലഭിച്ചു എന്നാണ് അറിയുന്നത്. ഇത് റെയിൽവേയും നിഷേധിച്ചിട്ടുണ്ട്. അത്തരമൊരു വ്യാജ പ്രചാരണം അവിടെ നടന്നിട്ടുണ്ട്. ആരാണ് അത് നടത്തിയത് എന്നാണ് ഇപ്പോൾ തിരക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണ്? അപ്പോഴത്തെ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് സംഭവിച്ചത്? പരിഭ്രാന്തരായി ജനക്കൂട്ടം മറ്റൊരു ട്രാക്കിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. ഇതാണ് അപ്പോൾ വലിയ തിരക്കിലേക്ക് നയിച്ചത്. മാത്രവുമല്ല, സ്റ്റെയർ കേസുകൾ, ഫ്ലൈ ഓവറുകൾ എന്നിവ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഈ ഘട്ടത്തിൽ ശക്തമായ തള്ളലിൽപ്പെട്ടാണ് അപകടം. അത്രമേൽ അനിയന്ത്രിതമായ തിരക്കാണ് രാത്രി ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അനുഭവപ്പെട്ടത്. ഏതായാലും റെയിൽവേയുടെ ഭാഗത്ത് സുരക്ഷാ ക്രമീകരണം ഒരുക്കിയില്ല എന്നുള്ള വാദം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. എന്നാൽ റെയിൽവേ അധികൃതർ പറയുന്നത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എല്ലാം സംഭവിച്ചു. പോലീസും സൈന്യവും റെയിൽവേ പോലീസും എല്ലാം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ സാധാരണ നിലയിലാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഈ സംഭവത്തിന് ശേഷം 4 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചുകൊണ്ട് തന്നെ ആളുകളെ പ്രയാഗ്രാജിൽ എത്തിച്ചു. ശിവരാത്രി അടുക്കുംതോറും ജനത്തിന്റെ കുത്തൊഴുക്ക് തുടരുകയാണ് പ്രയാഗിലേക്ക്. ഝാൻസി റെയിൽവേ സ്റ്റേഷനിലും പ്രയാഗ്രാജ് സ്റ്റേഷനിലും പ്ലാറ്റ്ഫോമുകളിൽ ഇരിക്കുവാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. ഇതിനിടയിൽ ജനക്കൂട്ടത്തിനെ പരിഭ്രാന്തരാക്കി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന കരങ്ങൾ ആരുടേതാണെന്ന് ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഏതായാലും പ്രയാഗ്രാജിലെ തിരക്ക് ഒഴിയാതെ തന്നെ തുടരും. കുംഭമേളയ്ക്ക് ഏറെ സുരക്ഷ ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ്. പക്ഷേ അതിശക്തമായ സുരക്ഷയും കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ നടപടികളുമായാണ് സൈന്യവും പോലീസും സംസ്ഥാന ഭരണകൂടവും മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ഗ്രീൻ മീഡിയ വിഷൻ.